ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഈ ആണുങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ എത്ര ജന്മം എടുത്താലും സാധിക്കില്ല. ഒരേ സമയം ഒരുപാട് പേരെ പ്രേമിക്കാനും ഒന്നിലധികം പേരെ താലി കെട്ടാനും ഒക്കെ ആണുങ്ങൾക്ക് പറ്റും, അല്ലേ? എല്ലാ ആണുങ്ങളുടെ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്റെ മനസ്സിൽ ഒരു പെണ്ണേ ഉള്ളൂ. ആ പെണ്ണ് താന. അല്ലാതെ വേറൊരു പെണ്ണും എന്റെ മനസ്സിലില്ല. ആ, ഇനി പറ, എന്താ തന്റെ മനസ്സിലുള്ളത്? ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു സമയത്ത് ഒരു പുരുഷനെ മാത്രമേ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും വിവാഹം കഴിക്കാനും ഒക്കെ പറ്റൂ. ഇതെപ്പോ നന്നായത്? എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് പറയണം. അല്ലാതെ ഇങ്ങനെ അവിടെ ഇവിടെ തൊടാതെ പറഞ്ഞ ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാ? താനിപ്പോ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞല്ലോ. ആ അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. എടോ, താൻ പറയുന്ന പോലെ അല്ല. സ്ത്രീകളിലും പുരുഷന്മാരിലും പരസ്പരം ഇങ്ങനെ ചതിക്കുന്നവരുണ്ട്. ഇത് ചതിയല്ല, പകരം വീട്ടിലാണെന്നോ എനിക്ക് തോന്നുന്നു. ആരുടെ കാര്യം താനീ പറയുന്നേ? ആരുടെ കാര്യമാണെന്നൊക്കെ ഞാൻ സമയമാകുമ്പോ പറയാം. ഈ മുറിന്ന് അച്ഛന് മരുന്നെടുത്ത് കൊടുക്കാൻ പോകുന്നത് വരെ തനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതിനിടയ്ക്ക് ഇത് എന്തു പറ്റി? ഇപ്പൊ ഒന്നും പറ്റിയില്ല. ഇങ്ങനെ പോയാൽ എന്തെങ്കിലുമൊക്കെ പറ്റും. മിക്കവാറും എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഇതിത്തിരി കൂടിയായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ സച്ചേട്ടാ? എല്ലാം കൂടി ആലോചിച്ചിട്ട് എന്റെ തല പെരുക്കുന്നു. എടോ, ഇങ്ങനെ വെറുതെ കാടടച്ച് വെടിവെച്ചിട്ട് ഒരു കാര്യമില്ല. താൻ ഇത്ര നേരം പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. അതിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. താൻ പറഞ്ഞത് മുഴുവൻ നന്ദേട്ടന്റെ കാര്യ. എന്താ, ശരിയല്ലേ? ശരിയാണ്. നന്ദേട്ടന്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. മരുന്നെടുത്ത് കൊടുക്കാൻ പോയപ്പോ അച്ഛൻ ചോദിച്ചു, ഞാൻ പോയിട്ട് നന്ദേട്ടനെ കണ്ടില്ലേന്നു. കണ്ട കാര്യം എനിക്ക് പറയാൻ പറ്റുമോ? എല്ലാം മനസ്സിലടക്കി ടെൻഷൻ അടിച്ച് നടക്കാനാണല്ലോ എന്റെ വിധി. ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. താൻ അന്വേഷിച്ച് ചെല്ലുമ്പോ നന്ദേട്ടൻ സന്ധ്യയുടെ കൂടെ ആയിരുന്നു, അല്ലേ? ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നല്ലേ താൻ വിചാരിക്കുന്ന ഇപ്പോ? എടോ, തന്റെ മുഖത്തൊരു ചെറിയ മാറ്റം വന്നാൽ പോലും അതെനിക്ക് മനസ്സിലാവും. താൻ തിരിച്ചു വന്നപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പിന്നെ ഒന്നും ചോദിക്കാതിരുന്നത് അന്നേരം അതിന് പറ്റിയ സാഹചര്യം അല്ലായിരുന്നുകൊണ്ടാ. ഇനി പറയും, നന്ദേട്ടനും സന്ധ്യയും താൻ എവിടെ വെച്ച കണ്ടേ? ഒരു റെസ്റ്റോറന്റിൽ വെച്ചിട്ട്. അവിടെ അവർ രണ്ടുപേരും കൂടി സന്ധ്യ ഡോക്ടറുടെ ബർത്ത്ഡേ ആഘോഷിക്കായിരുന്നു. ഇതോടെ എനിക്കൊരു കാര്യം ഉറപ്പായി. നന്ദേട്ടൻ അവന്തിയെടുത്ത് ഉടനെ തന്നെ ഡിവോഴ്സ് ചെയ്യും. എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാ ഇന്നത്തെ ദിവസം നന്ദേട്ടൻ സന്ധ്യ ഡോക്ടറുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയത്. എനിക്കത് എങ്ങനെ അച്ഛനോട് പറയാൻ പറ്റും? അതോടെ അച്ഛന്റെ മാത്രമല്ല, ഈ കുടുംബത്തിന്റെ ആകെ സമാധാനം നഷ്ടപ്പെടും.